നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വിമാനം പറക്കുന്നത് എങ്ങനെയാണെന്ന്, അതുപോലെ തന്നെ എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുന്നതെന്ന്? ഇതിനുള്ള ഉത്തരം ലളിതമായ രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെയാണ് ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നും ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് ആദ്യം വിമാനത്തിൻ്റെ ചരിത്രം നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ പലതരത്തിലുള്ള ഫ്ലൈറ്റ് ഡിസൈൻസും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അവസാനം ഒരു ശ്രമം വിജയകരമായി. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. റൈറ്റ് ബ്രദേഴ്സിൻ്റെ വിമാനമായിരുന്നു അത്. അവരുടെ വിമാനം വിജയകരമായിരുന്നു. എയർഫോയിൽ ടെക്നോളജി ആണ് റൈറ്റ് ബ്രദേഴ്സ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിമാനത്തിൻ്റെ വിങ്സിന് ഒരു ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാക്കുവാൻ സാധിച്ചു. വിങ്സിന് ഒരു കർവ്ഡ് ഷേപ്പ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വായുവിനെ അടിയിലേക്ക് തള്ളിവിടുന്നു. ഇതിൽ കാണുന്നത് പോലെ ഇവിടെ ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രാവർത്തികമാകുന്നു. വായുവിനെ അടിയിലേക്ക് വിങ്സ് തള്ളുമ്പോൾ തതുല്യമായ ഫോഴ്സ് വായു തിരിച്ചും നൽകും. ഇതുമൂലം ഒരു ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാകുന്നു. അങ്ങനെ വിമാനത്തിന് ഭൂമി പ്രതലത്തിൽ നിന്ന് ഉയരുവാൻ സാധിക്കുന്നു. ഇപ്പോഴും വിമാനങ്ങൾ ഇതേ ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നന്നായി ഒപ്റ്റിമൈസ് ചെയ്ത എയർഫോയിൽ ഷേപ്പ് ആണെന്ന് മാത്രം. ത്രസ്റ്റ് ഫോഴ്സ് കാരണമാണ് വിമാനം മുമ്പിലേക്ക് നീങ്ങുന്നത്. ഈ ത്രസ്റ്റ് ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കാനായി പുതുതലമുറ വിമാനങ്ങളിൽ ടർബോഫാൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഹൈ വെലോസിറ്റി ജെറ്റിൻ്റെ റിയാക്ഷൻ കാരണമാണ് ടർബോഫാൻ എഞ്ചിന് ത്രസ്റ്റ് ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. ഹൈ വെലോസിറ്റി ജെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് വരുന്ന വായുവിനെ കംപ്രസറിലേക്ക് കടത്തിവിടുന്നു. അതിനുശേഷം കമ്പഷൻ ചേംബറിലേക്ക്, പിന്നീട് ടർബൈനിലേക്ക് കടത്തിവിടുന്നു. ഫാനിൻ്റെ റിയാക്ഷൻ കാരണവും എഞ്ചിന് ത്രസ്റ്റ് ഫോഴ്സ് ലഭിക്കുന്നു. അങ്ങനെ ടർബോഫാൻ എഞ്ചിൻ വളരെ വലിയ ഒരു ത്രസ്റ്റ് ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഫോഴ്സ് മൂലം വിമാനം മുന്നിലോട്ട് നീങ്ങുന്നു. മുൻപ് പറഞ്ഞതുപോലെ വിമാനം നീങ്ങുമ്പോൾ വിമാനത്തിൻ്റെ വിങ്സിൽ തട്ടിപ്പോകുന്ന വായു വിങ്സിന് ഒരു ലിഫ്റ്റ് നൽകും. ഒരു നിമിഷം നിർത്തി നമുക്ക് ഒന്ന് അടുത്തു നിന്ന് നോക്കാം. പുതുതലമുറ വിമാനങ്ങളുടെ വിങ്സ് പലതരത്തിൽ വിഭജിച്ചിരിക്കുന്നു. ടേക്ക് ഓഫ് സമയത്ത് വിമാനത്തിൻ്റെ ഫ്ലാപ്പും സ്ലാറ്റും അടിയിലേക്ക് ഇതിൽ കാണുന്നത് പോലെ താഴുന്നു. ഇത് വിങ്സ് ഏരിയയും കർവേച്ചറും കൂട്ടുന്നു. കർവേച്ചർ കൂടുമ്പോൾ വായു കുറച്ചുകൂടി നന്നായി ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇതുമൂലം ചെറിയ വേഗതയിലും വലിയ ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാകുന്നു. വിമാനത്തിൻ്റെ വേഗത കൂടുന്നതനുസരിച്ച് ലിഫ്റ്റ് ഫോഴ്സും കൂടുന്നു. ലിഫ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മറികടക്കുമ്പോൾ വിമാനം പറന്നുയരുന്നു. പറന്നുയർന്നു കഴിഞ്ഞാൽ ഫ്ലാപ്പും സ്ലാറ്റും യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറ്റുന്നു. എല്ലാ തരത്തിലുള്ള ഫോഴ്സുകളും നോർമൽ ഫ്ലൈറ്റിൽ തുല്യമായിരിക്കും. നമുക്ക് ഫ്ലൈറ്റ് നാവിഗേഷനിലേക്ക് കടക്കാം. 3 രീതികളിലൂടെ നിങ്ങൾക്ക് വിമാനം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എലറോൺ, എലവേറ്റർ, പിന്നെ റഡർ. സാഹചര്യത്തിനനുസരിച്ച് ഒറ്റയ്ക്കോ ഒരുമിച്ചോ പൈലറ്റ് ഇത് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് വിമാനം ഒരൽപ്പം താഴ്ത്തണമെന്ന് വിചാരിക്കുക. നിങ്ങൾ എലിവേറ്റർ താഴ്ത്തിയാൽ മതി. ഇത് വായുവിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് ഒരു ലിഫ്റ്റ് ഉണ്ടാക്കുന്നു. ഈ ലിഫ്റ്റ് ഫോഴ്സ് ഒരു മൊമെൻ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ വിമാനത്തിൻ്റെ മുൻവശം താഴുന്നു. മുകളിലേക്ക് പോകണമെങ്കിൽ എലിവേറ്റർ മുകളിലേക്ക് ഉയർത്തുക. അപ്പോൾ അടിയിലേക്ക് ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാകുന്നു. അങ്ങനെ വിമാനം മുകളിലേക്ക് വരുന്നു. വിമാനത്തിൻ്റെ വഴി മാറ്റണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, റഡർ ഉപയോഗിച്ചാൽ മതി എന്ന്. ശരിയാണ്, റഡർ ഉപയോഗിക്കുമ്പോൾ ഒരു ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാകും. എന്നിട്ട് വിമാനം ഇതിൽ കാണുന്നത് പോലെ തിരിയുന്നു. ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എലറോൺ ഉപയോഗിക്കുന്നതാണ് പ്രൊഫഷണൽ രീതി. ഒരു എലറോൺ താഴ്ത്തുകയും ഒരു എലറോൺ ഉയർത്തുകയും ചെയ്യുക. അപ്പോൾ ലിഫ്റ്റ് ഫോഴ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം വിമാനം തിരിയുന്നു. വിമാനം ഉയരുകയാണ് എങ്കിലും വിമാനം അതിൻ്റെ വഴി മാറുന്നു. ഇവിടെ വിമാനത്തിന് ഓറിയന്റേഷനിൽ മാറ്റമില്ല. ഈ എല്ലാ മൂവ്മെൻറ്റ്സും നടത്തുന്നത് കോക്ക്പിറ്റ് കൺട്രോൾസ് ആണ്. ഫ്ലൈ ബൈ വയർ സിസ്റ്റമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എലറോൺ കൺട്രോളും എലിവേറ്റർ കൺട്രോളും ത്രോട്ടിൽ കൺട്രോളും ഫ്ലാപ്പ് ആൻഡ് സ്ലാറ്റ് കൺട്രോളും ബ്രേക്കും പിന്നെ റഡാറും. വിമാനത്തിനു വേണ്ട ഇന്ധനം വിങ്സിലുള്ള വലിയ ടാങ്കിൽ ആണ് സംഭരിച്ചു വച്ചിരിക്കുന്നത്.
ലാൻഡിംഗ് സമയത്ത് ഡ്രാഗ് കൂട്ടുന്നത് അത്യാവശ്യമാണ്. ഇതിനുവേണ്ടി ഫ്ലാപ്പും സ്ലാറ്റും ഉപയോഗിക്കുന്നു. അവയ്ക്ക് ഡ്രാഗ് കൂട്ടുവാനുള്ള കഴിവും ഉണ്ട്. സ്പോയിലറും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഡ്രാഗ് വളരെയേറെ കൂടുന്നു. അതിനോടൊപ്പം ലിഫ്റ്റും കുറയുന്നു. ഫ്ലാപ്പ് പ്രവർത്തിക്കുന്നത് ഒരു രസകരമായ രീതിയിലൂടെയാണ്. ഈ മെക്കാനിസം റൊട്ടേഷനും ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാക്കുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾ വിമാനത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.